എറണാകുളം കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. കൂരികുളത്ത് ഇന്നലെ പുലർച്ചെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. ഇതാദ്യമായാണ് ഈ പ്രദേശത്ത് ആനയെത്തുന്നത്. കൂരിക്കുളം സ്വദേശി എർത്തടത്തിൽ തോമസ്, ഞവണാങ്കുഴി സ്വദേശി ജോസ്, ബേബി എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത്. വാഴ, തെങ്ങ്, ജാതി, കപ്പ, വിവിധ ഫലവൃക്ഷങ്ങൾ എന്നിവ തിന്നുകയും ചവിട്ടിമെതിക്കുകയും ചെയ്തു. തട്ടേക്കാട്, തുണ്ടം വനങ്ങളിൽ നിന്ന് പതിവായി ആനകൾ എത്തുന്നുണ്ടെങ്കിലും ഈ കൃഷിയിടത്തിൽ ആദ്യമായാണ് ആനകൾ എത്തുന്നത്. ഫെൻസിങ്ങുകൾ തകർത്ത് ആനകൾ എത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലായി. ഇന്ന് പുലർച്ചെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു കാട്ടാനക്കൂട്ടം ഇറങ്ങി ഞങ്ങൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. തെങ്ങ്, പ്ലാവ്, വാഴ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെടുത്തി. ഞങ്ങൾക്ക് പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ട്രെഞ്ച് സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഫെൻസിംഗ് ഉണ്ടാക്കിയ ഫെൻസിംഗ് എല്ലാം ആന നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ ഫെൻസിംഗ് ഒന്നും അല്ല ഇതിന് പരിഹാരം. ആവശ്യപ്പെടുന്നത് പോലെ ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ നീളത്തിൽ ഇവിടെ വടിയാറമ്പിൽ കൂടെ ഭൂത്താങ്കെട്ട് മുതൽ കുരിയോളം അങ്ങ് ഓങ്കൽക്കട വരെ അല്ലെങ്കിൽ കൊഞ്ചുതൊട്ടി വരെയും ട്രെഞ്ച് താത്തി കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. സർക്കാർ ഇപ്പോൾ 90 ലക്ഷം രൂപ ഹാങ്ങിങ് ഫെൻസിന് വേണ്ടി മുടക്കുന്നത്. ഒരു പരിഹാരം ഉണ്ടാവില്ല. ഒരു മാസം പോലും നിൽക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ശാശ്വതമായ പരിഹാരത്തിന് ഇവിടെ ഗവൺമെന്റ് യാതൊരു നടപടി ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് വനംവകുപ്പ് ഇവിടെ RRT കണ്ടെന്ന് പറയുന്നതല്ലാതെ ആന കയറി വന്ന് ആൾക്കാരുടെ കൃഷിയെല്ലാം നശിച്ചു പോയതിനു ശേഷമാണ് അവരും വന്ന് നോക്കിയിട്ട് പോകുന്നത്. എന്ത് പ്രയോജനം? ന്യൂസ് മലയാളം, കൊച്ചി.